ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്താനുള്ള സാഹചര്യമില്ലെന്ന് UDF സ്ഥാനാർത്ഥി സന്തോഷ് ഭദ്രൻ പറഞ്ഞു. ചുവരിൽ പോസ്റ്റർ ഒട്ടിക്കുന്നത് തടഞ്ഞ വയോധികനെ ആറ്റിങ്ങൽ നഗരസഭയിലെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള സംഘം ക്രൂരമായി മർദ്ദിച്ച സംഭവമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു പ്രതികളെയും ഇതുവരെ പിടികൂടിയിട്ടില്ല. UDF കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിനായി കണ്ടെത്തിയ സ്ഥലത്ത് CPMകാർ ചുവരെഴുത്ത് നടത്തിയ ജനാധിപത്യ വിരുദ്ധ നടപടിയെക്കുറിച്ചും UDF സ്ഥാനാർത്ഥി പരാമർശിച്ചു. വളരെ വളരെ പ്രായം കൂടിയിട്ടുള്ള സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള കൃഷ്ണപിള്ള എന്ന് പറയുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മതിലിൽ പോസ്റ്റർ ഒട്ടിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രോപ്പർട്ടിയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ, അനുവാദം വാങ്ങിച്ചിട്ട് മാത്രമേ ചുവരെഴുത്തോ പോസ്റ്ററോ ഒക്കെ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് നിന്നുകൊണ്ട് എൻ്റെ മതിലിൽ പോസ്റ്റർ പതിക്കരുത് എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ആയിട്ടുള്ള ആളുകൾ, ആറ്റിങ്ങൽ നഗരസഭയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഇരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ വളരെ ക്രൂരമായി ആക്രമിച്ചു എന്നുള്ളതാണ്. ആക്രമിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഒരു പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയിട്ടും ഈ ആറ്റിങ്ങൽ പോലീസ് ഒരു നടപടിയും അതിനെടുത്തിട്ടില്ല. തുടർന്ന് വളരെയധികം പ്രഷർ, പൊളിറ്റിക്കലി ഉള്ള പ്രഷർ, സാമൂഹിക രംഗത്തുള്ള ആളുകളുടെ പ്രഷർ പോലീസിന്റെ മുകളിലേക്ക് വന്നതിന് ശേഷമാണ് FIR ഇടാൻ തന്നെ പോലീസ് തയ്യാറായിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതുവരെയായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ ഈ പ്രതികൾക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനോ ഒരു FIR ഇട്ടു എന്നതൊഴിച്ചാൽ ഇതുവരെ പോലീസിന്റെ ഭാഗത്ത് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വികസന പദ്ധതികൾ നടപ്പാക്കുന്നുവെന്ന നുണപ്രചരണം നടത്തുകയാണ് CPMകാരെന്നും സന്തോഷ് ഭദ്രൻ പറഞ്ഞു.